ഹായ് ഗേസ്, ഞാനിന്ന് എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യം പറയാൻ പോവുകയാണ്. കാരണം ഇത് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഇക്കാര്യം നമ്മൾ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് ഇത് ഈ ഒരു ഐഡിയ കിട്ടിയാൽ നല്ലൊരു ഒരു ഇതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആരും അത് ചിന്തിക്കില്ല. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം, എന്നാൽ മാത്രമേ ഇതിൽ നിന്ന് എന്തെന്നാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് 2-3 ഉപകാരമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഇത് നമ്മൾ പാത്രമെല്ലാം കഴുകില്ല, നമ്മൾ സിങ്കിൽ ഇട്ടിട്ടൊക്കെ പാത്രങ്ങളും കഴുകും. സിങ്കിലിട്ട് പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ഫുള്ള് വെള്ളം പുറത്തേക്കല്ലേ പോകുന്നത്. അത് മാത്രമല്ല ഈ പാത്രങ്ങളിലുള്ള വേസ്റ്റുകളും ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം സിങ്കിലേക്ക് പോകും. സിങ്ക് അടഞ്ഞു പോകും. സിങ്ക് ആദ്യം വീണ്ടും ഒന്ന് നന്നാക്കി എടുക്കണം, വീണ്ടും പ്രിപ്പയർ ചെയ്യണം, ഒക്കെ ചെയ്യണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് പിന്നെ വേറെന്താ ചെയ്യുക, ഫുള്ള് വെള്ളം വേസ്റ്റ്, നമ്മളിപ്പോൾ കഴുകുന്ന വെള്ളം ഫുള്ളായിട്ട് വേസ്റ്റായി പോകുന്നുണ്ട്. വെള്ളത്തിനുള്ള വലിയ ബുദ്ധിമുട്ടുള്ള ടൈമൊക്കെ വരും. ആ സമയത്തൊക്കെ ഇത് വലിയൊരു ഉപകാരപ്രദമായിരിക്കും. വെള്ളം ഫുള്ളായിട്ട് പോകും. ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് കിട്ടില്ല, മുഴുവൻ നമുക്ക് ഈ സിങ്കിലെ ഇത് കൂടി താഴോട്ടേക്ക് പോകും. പൈപ്പ് കൂടി താഴോട്ടേക്ക് വെറുതെ ഭൂമിയിലേക്ക് ഒഴുക്കി കഴിയും. പക്ഷേങ്കിൽ പിന്നെ വേറൊരു ഇതും കൂടിയുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ പച്ചക്കറി, പൂക്കൾ ഒക്കെ ലഭിക്കും ഇതിൽ നിന്ന്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എന്തിനാവും ഈ സിങ്കിലെ പാത്രങ്ങൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ സിങ്കിൽ എന്ത് ചെയ്യുക, ഒരു പാത്രം വെക്കുക, ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു പാത്രം, അതിൽ കൊള്ളാവുന്നൊരു പാത്രം അതിലേക്ക് വെക്കുക. എന്നിട്ട് എല്ലാ സാധനങ്ങളും അതിൽ നിന്ന് കഴുകിയിട്ട് ആ വെള്ളം അതിലേക്ക് പാത്രത്തിലേക്ക് ശേഖരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ പാത്രം നിറഞ്ഞ് വരുമ്പോൾ ആ പാത്രത്തിലെ വെള്ളം എടുത്തിട്ട് നമ്മൾ പച്ചക്കറികൾക്കും ചെടികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കുക. ഇത് മരത്തിന് പോലും ഒഴിച്ചു കൊടുക്കുക, വാഴയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല വാഴപ്പഴം കിട്ടും, മാമ്പഴം കിട്ടും. തെങ്ങിന് വേണേൽ തെങ്ങിന് ഒഴിച്ചു കൊടുക്കുക, നല്ല തേങ്ങ ഉണ്ടാവും, നന്നായിട്ട് കൊലയ്ക്കും, എല്ലാം നന്നായിട്ട് കായ്ക്കുകയും പൂക്കുകയും ഒക്കെ ചെയ്യും. ഈ വെള്ളം അത്രയും നല്ല വളമുള്ള സൂപ്പർ വളമാണ്. നിങ്ങൾ ഏകദേശം ആൾക്കാർക്ക് ഇത് അറിയായിരിക്കും. ഞാനിത് തന്നെയാണ് എൻ്റെ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. എൻ്റെ ചെടികൾക്ക് ഇതാ ഞാൻ ഉപയോഗിക്കുന്നത്, എൻ്റെ പച്ചക്കറികൾക്ക് ഇതാ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് കായ്ക്കുന്നും പൂക്കുന്നും ഒക്കെ ഉണ്ട്. നല്ല ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് ഉണ്ടാകുമ്പോൾ ഒരുപാട് പന്നീർ പൂക്കളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടാവും. കുലകൊത്തിപ്പൂക്കും എന്നൊക്കെ പറയും ഒരു വളം. അതിന് ഒരു വളവും ചേർക്കേണ്ട ആവശ്യമില്ല, ഈ വളം മതി. ഇത് തന്നെയാണ് വളം. നമ്മൾ ഈ വേസ്റ്റ്, നമ്മൾ ഈ ഫുഡ് വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഈ സിങ്കിൽ ഈ വെള്ളത്തിൽ നമ്മൾ ഉണ്ടാകുന്ന ഈ വെള്ളത്തിലേക്ക് ഇട്ടേക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ കഞ്ഞി വാർക്കുമ്പോൾ ഈ കഞ്ഞിവെള്ളം എന്ന് പറയില്ലേ, കഞ്ഞിവെള്ളം, ഈ കഞ്ഞിവെള്ളം കൂടി അതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. സൂപ്പറായിരിക്കും. അതും ഉമ്മക്ക് ഒഴുക്കി കളയാനുള്ള വെള്ളമല്ല, അത് നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളമാണ്. ഈ കഞ്ഞിവെള്ളം അത്രയും നല്ല സാധനമാണ്. അതെന്ത് ചെയ്യണം, നമ്മൾ അതുകൂടി ഒന്ന് പൊളിപ്പിക്കാനൊന്നും ആവശ്യമില്ല. തലേ ദിവസം ഒഴിച്ചു വെച്ച വെള്ളം രാവിലെ എടുത്ത് നമുക്ക് ചെടികൾക്ക് ഒഴിക്കാം. അല്ലാതെ വെറുതെ കൊണ്ടുപോയി ഒന്നും ഒഴിച്ചു കളയാൻ പാടില്ല. അതെല്ലാം നമ്മൾ വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓരോരോ ഫ്രൂട്ട്സ് ഉണ്ടാകും, എല്ലാം നല്ല ഫ്രൂട്ട്സൊക്കെ. ഇവിടെ റംബൂട്ടാനൊക്കെ, എൻ്റെ വീട്ടിൽ റംബൂട്ടാനൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ സീസൺ അല്ല കേട്ടോ, ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാവില്ല, സീസണല്ല. ഈ സീസണിൽ നന്നായിട്ടുണ്ടായിട്ടുണ്ട്, ഒരുപാട് കായ ഉണ്ടായിട്ടുണ്ട്. നല്ല ചുവന്ന റംബൂട്ടാനായിരുന്നു. പിന്നെ നമ്മുടെ സപ്പോട്ട ചിക്കു എന്ന് പറയും, ചിക്കു പഴം, അതും ഇഷ്ടംമാതിരി ഉണ്ടായിട്ടുണ്ട്. കൊലകൾ, മറ്റേ വാഴപ്പഴം, അതും ഉണ്ടായിട്ടുണ്ട്. മാങ്ങക്കൊക്കെ മാവിനൊക്കെ ഞാനിത് അഴിച്ചു കൊടുക്കും. പിന്നെ അത് മാത്രമല്ല കുരുമുളക് ചെടിക്ക് ഇതൊക്കെ അഴിച്ചു കൊടുത്താൽ സൂപ്പറായി. ഇത് ഒഴിച്ചു കൊടുത്താൽ ഈ വെള്ളം നന്നായിട്ട് പിടിക്കും, നന്നായിട്ട് കായ പിടിക്കും. നോക്ക്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്, എന്നിട്ട് പറ. നല്ല സൂപ്പറായിട്ടായിരിക്കും. പിന്നെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ കഴുകാൻ, പച്ചക്കറി കഴുകുന്ന വെള്ളം, അരി കഴുകുന്ന വെള്ളം, പോട്ടെല്ലാം മീൻ കഴുകുന്ന വെള്ളം, മത്സ്യമൊക്കെ കൊണ്ടുവന്ന് കഴുകുന്ന വെള്ളം, ഇറച്ചി കഴുകുന്ന വെള്ളം, അങ്ങനെ പലത് അരി കഴുകുന്ന വെള്ളം ഒക്കെ ഇതിലേക്കാണ് പോകുന്നത്. ഫുള്ള് വേസ്റ്റായി പോകുന്ന വെള്ളമല്ലേ. എത്രത്തോളം വെള്ളം എടുക്കുന്നുണ്ട്, ഒന്നും വേസ്റ്റായി പോകുന്ന വെള്ളം. ഈ വെള്ളം എന്ത് ചെയ്യുക, നമുക്ക് ചെടിക്ക് നനക്കാനായിട്ട് പ്രത്യേക ടൈം കാണണ്ട. ഈ വെള്ളം മതി. ഈ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി അങ്ങനെ പോയി ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരെന്ത് ചെയ്യുക, ഈ വെള്ളം നിറയുമ്പോൾ ഒരു ബക്കറ്റിലോ ഒത്തിരി വലിയ പാത്രത്തിലോ ഒഴിച്ച് വെക്കുക. എന്നിട്ട് സമയം എപ്പോൾ കിട്ടുന്നത് വെച്ചാൽ ആ സമയത്ത് മുക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഓരോന്നിനും ഒഴിച്ചു കൊടുക്കുക. അല്ലാതെ അതേ സമയത്ത് തന്നെ പോയിട്ട് ഒഴിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അത് എടുത്തിട്ട് കഴുകുക. ഇങ്ങനെ സിങ്കിൽ ഞാൻ നിറച്ച് വെച്ച, ഞാൻ കാണിച്ചു തരാം. ഞാൻ നിറച്ച് വെച്ച പാത്രമാണിത്. ഇത് നിറയെ വെള്ളമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് കൊണ്ടുപോയിട്ട് ഞാൻ ചെടികൾക്കൊക്കെ ഒഴിക്കുന്നതായിരിക്കും.
ഉണ്ടാക്കിയത്. ഇതൊക്കെ ഞാൻ ഇന്ന് കഴുകിയ വെള്ളമാണിത്. ഫ്രൂട്ട്സൊക്കെ കഴുകിയ വെള്ളമാണിത്. ഇതിപ്പോൾ ഞാനിങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ഇതിനൊക്കെ ഒഴിക്കുന്നതായിരിക്കും. തീരെ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ വേസ്റ്റ് ആക്കാറില്ല. ഈ വെള്ളം മുഴുവനാണ് എൻ്റെ ചെടികൾക്കും പച്ചക്കറികൾക്കും കിട്ടുന്നത്. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇതൊരു നല്ല മെസ്സേജായിട്ട് എടുക്കണം. ആരും ഇത് തള്ളിക്കളയരുത്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. നമ്മുടെ വെള്ളം പാഴാക്കി കളയാണ്ട് വേസ്റ്റ് വെള്ളമാണല്ലോ എന്ന് കരുതി സിങ്കിൽ കൂടി താഴോട്ട് ഒഴുക്കി വെറുതെ നശിപ്പിച്ച് കളയാതെ ദയവ് ചെയ്ത് ഈ വെള്ളം എടുത്തിട്ട് ഓരോ പച്ചക്കറികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് നമുക്ക് കായ്കളും പൂക്കളും ഒക്കെ കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഗേസ്. ഇത് എല്ലാവരും ഒന്ന് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു. ബൈ.